വെളിച്ചമുള്ളയിടത്തേക്ക് ജനങ്ങൾ കടന്നു ചെല്ലും. ഞങ്ങളെ സന്മാർഗത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധമുള്ളയിടത്ത് ജനങ്ങൾ കടന്നു ചെല്ലുകയും അത് സ്വീകരിക്കുകയും ചെയ്യും. എന്താ കാരണം? ജനങ്ങൾ കേൾക്കുന്നത് തെളിവാ. എന്താ മറ്റുള്ള ആളുകളുടെ സീഡികൾ വാങ്ങാൻ ജനങ്ങൾ ചെല്ലാത്തത്? അതിൽ തെളിവല്ല ഉള്ളത്. മുജാഹിദികൾ നടത്തുന്ന ഇസ്ലാഹി സെന്ററിൽ, സലഫി സെന്ററിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു പ്രഭാഷകന്റെ സീഡി വാങ്ങി വീട്ടിൽ പോയിരുന്ന് കേൾക്കുന്നു. എന്താ പറയുന്നത് മുജാഹിദികള്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. എന്താ തെളിവ്? ഖുർആനിൽ ആയത്ത്, ഹദീസുകള്, പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ കേൾക്കുക. ശരി, എന്നാ പിന്നെ ഞമ്മളെ മൗലവിമാര് പറയുന്ന തെളിവെന്താ? അതും ഒന്ന് കേൾക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരാള് അപ്പുറത്തുള്ള ഒരു മൗലവിയാരെ സീഡി വാങ്ങി കേൾക്കാൻ നോക്കിയാലോ? അതിൽ പറയുന്ന തെളിവ് രാമായണ. അല്ലാത്തവരോട് പ്രാർത്ഥിക്കാന്നുള്ളതിനുള്ള തെളിവ് ഖുർആനല്ല, സുന്നത്തല്ല. എന്താ? രാമായണം. കേട്ടോളൂ നിങ്ങൾ. രാമായണത്തിലുണ്ട് വാൽമീകി മഹർഷി പറയുന്നൊരു വാചകം. വാൽമീകി മഹർഷി രാമനോട് പറയണ, രാമ മനം കൃതം കൃതം രാമ, മനസ്സിന്റെ പ്രവർത്തനമാണ് രാമ പ്രവർത്തനം. ഇന്ന ശരീരകൃതം കൃതം, ശരീരത്തിന്റെ പ്രവർത്തനമല്ല നോക്കണ്ട. ശരീരം എന്ത് ചെയ്തു നോക്കണ്ട, മനസ്സെന്ത് ചെയ്തു നോക്കോ. എന്നിട്ട് വാൽമീകി മഹർഷി ഒരു മിസാല് പറയാം. വാൽമീകി രാമനോട് പറയാം, ഏനെ ആലികതയെ കാതാൽ തേതെ ആലികതയെ സുതാ, നീ നിന്റെ ഭാര്യയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമല്ലോ, അതിനുവേണ്ടി നീ ഉപയോഗപ്പെടുത്തുന്ന ആ കയ്യുണ്ട്, ആ കൈ കൊണ്ട് തന്നെ സുതാ നിന്റെ മകളെയും നീ ആലിംഗനം ചെയ്ത ആ കൈയുണ്ട്. മകളെ കെട്ടിപ്പിടിക്കുന്നതും ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നതും ഒരേ കൈയുണ്ടാണ്. പക്ഷെ രണ്ട് കെട്ടിപ്പിടുത്തത്തിനും ഒരു വ്യത്യാസം ഉണ്ടല്ലേ, മനസ്സിലൊരു വ്യത്യാസം. മൊയ്തീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിച്ചാൽ മൊയ്തീൻ ഷേഖ് പഠിച്ചോളാൻ നമുക്ക് വിശ്വാസം ഇല്ലല്ലോ. അള്ളാഹ് വിളിച്ചാലുള്ള വിശ്വാസം വേറെ തന്നെയല്ലേ. രണ്ടും രണ്ടാ. ഒന്ന് അള്ളാഹ് കൊടുത്ത കഴിവോട്ട് കാക്കാനും ഒന്ന് അള്ളാന്റെ കഴിവോട്ട് കാക്കാനും എന്നെ വ്യത്യാസം. അപ്പൊ ഇത് രണ്ടൊന്ന് ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നത് തനിക്ക് വാൽമീകിയുടെ തെളിവ് മതി, ഖുർആൻ ഹദീസും വേണ്ടെന്നെ. കേട്ടില്ലേ? വാൽമീകിയുടെ തെളിവ് മതി, ഖുർആൻ ഹദീസും വേണ്ടെന്ന് എന്റെ അഭിപ്രായം. കാരണം എന്താ? ഖുർആൻ ഹദീസിൽ അങ്ങനെ തെളിവില്ല. രാമനോട് പറയാം, എന്ത്? നീ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നു, മകളെയും കെട്ടിപ്പിടിക്കുന്നു, ഒരേ കൈയുണ്ടാ കെട്ടിപ്പിടിക്കുന്നത്. ആ രണ്ട് കെട്ടിപ്പിടുത്തം ഒരുപോലെയാണോ? അല്ല, വ്യത്യസ്താണ്. അതേപോലെയാണ് മൊയ്തീൻ ഷേഖ് എന്ന് വിളിക്കുന്നതും പടച്ചോനെ എന്ന് വിളിക്കുന്നതും രണ്ടും വ്യത്യാസമാണ്. ഖുർആനിൽ തെളിവുണ്ടോ അതിന്? രാമായണം മതി എന്നാണ് മൂപ്പരഭിപ്രായം. പക്ഷെ ജനങ്ങൾക്ക് അത് പോരല്ലോ. ജനങ്ങൾക്ക് ഖുർആനാ വേണ്ടത്. ഇതുപോലെ ഇതാ അള്ളയാണ് എന്നുള്ള നിലക്ക് നിങ്ങൾ എന്നെ വിളിച്ചോ, ഞാൻ കൊടുത്ത കഴിവ് കൊണ്ട് ശൈഖുമാര്, അമ്പിയാക്കള്, ഔലിയാക്കള്, മഹാന്മാര് അവര് നിങ്ങളെ സഹായിക്കും, അതുകൊണ്ട് അവരെയും വിളിച്ചോ എന്ന് അള്ളാഹ് പറഞ്ഞതായിണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ജനങ്ങളോട് പറയണം ഖുർആനെന്ന്. രാമായണം പറഞ്ഞാൽ ജനങ്ങൾ സ്വീകരിക്കില്ല. ജനങ്ങൾക്ക് രാമായണമല്ല ഖുർആനാണ് കേൾക്കേണ്ടത്. ഖുർആനിലില്ല. ഖുർആനിലല്ല പറഞ്ഞതെന്താ? ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിങ്ങൾ എന്റെ കൂടെ മറ്റാരോടും ദുആ നടത്താൻ പാടില്ല എന്നാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതെന്താ? വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നെ വിളിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുമെന്നാണ്. നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യൂ എന്നാണ്. അല്ലാതെ നിങ്ങൾ എന്നോടും ദുആ ചെയ്തോളൂ, അമ്പിയാക്കളോടും ദുആ ചെയ്തോളൂ. കാരണം നിങ്ങൾ കെട്ടിപ്പിടിക്കാറില്ലേ? ഭാര്യയെയും കെട്ടിപ്പിടിക്കാറില്ലേ? ഉമ്മയെയും കെട്ടിപ്പിടിക്കാറില്ലേ? മകളെയും കെട്ടിപ്പിടിക്കാറില്ലേ? ഞാൻ തന്ന ഒരേ കൈകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നത്, മകളെ കെട്ടിപ്പിടിക്കുന്നത്, ഉമ്മയെ കെട്ടിപ്പിടിക്കുന്നത്? എല്ലാ കെട്ടിപ്പിടുത്തവും ഒരേപോലെയല്ലല്ലോ. അതേപോലെ നിങ്ങൾ എന്നെ വിളിക്കുന്നതും ശൈഖുമാരെ വിളിക്കുന്നതും നബിമാരെ വിളിക്കുന്നതും മഹാന്മാരെ വിളിക്കുന്നതും ഒരേപോലെയല്ല. അതുകൊണ്ട് നിങ്ങൾ വിളിച്ചോ എന്ന് അള്ളാഹ് പറഞ്ഞതുണ്ടെങ്കിൽ ജനങ്ങളോട് പറയാം, വഹാബിസം വലിച്ചെറിയുക. അതില്ലാതെ രാമായണം വായിച്ച് കേൾപ്പിച്ചിട്ട് ജനങ്ങളെ നിങ്ങൾ വഹാബിസം വലിച്ചെറിയണമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ ജനങ്ങളെ കിട്ടില്ല. ജനങ്ങളെ ഖുർആനും സുന്നത്തും എവിടെയാണോ കിട്ടുക അവിടത്തേക്കാ പോകുന്നത്.